എല്ലാവരും സുഖമുള്ളവരൊക്കെ അല്ല സുഖമുള്ളവര് അങ്ങനെയുള്ള മാറിക്ക് ഞാൻ പറയാൻ പല അസുഖങ്ങളൊക്കെ മാറിക്കണേ. കഴിഞ്ഞ ദിവസം ഈ ഗെയിം എടുത്തു. അത് കഴിഞ്ഞ് ഗെയിം കഴിയുമ്പോൾ ഒരുത്തൻ എന്നോട് വന്ന് പറയാണ്, സാറേ എനിക്ക് വീട്ടിൽ പോകണം, കാലിന്റെ ഉള്ളിൽ ഒരു സ്റ്റീലിന്റെ റാഗം നടന്ന് പുറത്തേക്ക് വന്നു. ഇവരത് പറയാൻ കാതുണ്ട്, വെറുതെ ചാടി എന്നെ കൊണ്ടരുത്. റെഡിയാ? ഇത് ചവിട്ടാൻ സാധ്യത ശ്രദ്ധിക്കണേ. കുട്ടി കറക്റ്റ് ചവിട്ടിക്കോട്ടാ. അവിടെ ആരെ തെറ്റിച്ചു? ആ ക്യാമറക്കാരുണ്ടോ? ഇന്ന് ഏറ്റവും പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അവരുടെ ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഒരു ക്ലയന്റ് ഒരു സമയം തരുവാണെങ്കിൽ ആ സമയത്തിനകത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണ് ബെസ്റ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫിസിക്കലി മെന്റലി ഇപ്പൊ ഞാൻ ഭയങ്കര രസമായിട്ട് സംഭവം ഉണ്ടായി. ഞാൻ 1 മണിക്കൂർ നേരത്തെ വന്നു. അപ്പൊ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറിയിട്ട് ഭയങ്കര തിരക്ക്, കേരള ഭയങ്കര തിരക്ക്. അപ്പൊ നേരെ കയറിയിട്ട് ഫോർമാൾ കയറിയിട്ടില്ല, ഫോർമാൾ ഒന്ന് കയറാം. അതിന് കയറിയിട്ട് കുറച്ച് വേണ്ട എനിക്ക് ഫുഡ്. അപ്പൊ ഞാൻ പോയി തപ്പി ചിക്കിങ്സിന്റെ അവിടെ എത്തി. ഒരാളും ഇല്ല അവിടെ. 4 പിള്ളേര് നിൽക്കുന്നുണ്ട്. അവര് ആ ചെക്കിങ്സിന് ഞാൻ ഓർഡർ കൊടുത്ത് തരാനായിട്ട് 15 മിനിറ്റ് തോന്നും. 25 മിനിറ്റ് എടുത്തു, കിട്ടിയില്ല. അപ്പൊ 25 മിനിറ്റ് എടുത്തപ്പോ എന്താ അറിയോ എനിക്കുണ്ടായത്? ഞാൻ റെഡിയാ അത് നോക്കാൻ വേണ്ടിയിട്ടായി ഗെയിം. ജമ്പി ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് ഒന്ന് ചാടണം, അതിന്റെ കൂടെ ജമ്പി എന്ന് പറയും കൂടെ വേണം. റെഡിയാ? ഒബ്ലാങ്കട്ട വേണം മനസ്സിലാവണമെങ്കിൽ ഒബ്ലാങ്കട്ട. റെഡി? മനസ്സിലായോ? ജമ്പി പറയും കൂടെ രണ്ടും ഒരുമിച്ച് നടക്കണം. റെഡിയാ? റെഡി? നോക്കാം. റെഡി ജമ്പി? സംഭവങ്ങളാണ് ചെയ്തു. നല്ല ക്ലാപ്പർ സ്വന്തമായിട്ട് ഇഷ്ടായി നല്ല അപ്രീസിയേഷൻ ഇഷ്ടായി. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെ നിന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയമുണ്ട്. എങ്ങനെ എടുക്കുന്ന ഒരു ഓണർഷിപ്പ് ഉണ്ട്. ഞാൻ എടുക്കുന്ന ഓണർഷിപ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ട്രെയിനർ ചെയ്യപ്പെട്ട് കാണാം. എല്ലാ ട്രെയിനിങ് ആക്റ്റീവ് ചെയ്യപ്പെട്ടു. ഇത് ഞാൻ എടുക്കുന്ന ഓണർഷിപ്പാണ്. ഒരു ദിവസത്തെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാനൊരു ഓണർഷിപ്പ് എടുക്കുന്നുണ്ട്. അവിടെ കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഒരു ദിവസത്തെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ലൈഫിനകത്ത് കുറെ സ്റ്റെപ്സ് ഉണ്ട്, കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇല്ലേ? അതിനകത്ത് ഒരു പീരീഡ് ആണ് ചൈൽഡ്ഹുഡ്. അത് കഴിഞ്ഞ് 20 വയസ്സ് വരെ പോയി ലൈഫിൽ കൊണ്ടുപോയി. 20 വയസ്സ് കഴിഞ്ഞ് ഞാൻ ലൈഫിനെ കൃത്യമായിട്ട് തിരിക്കാൻ പറ്റും. അതിനോടെ സമയം പറയാം. അപ്പൊ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യണം. ഒരു പീരീഡ് കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യണം. ഒരു പീരീഡ് കഴിഞ്ഞാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ